8 ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരം പൊന്മുടി മുതൽ കോഴിക്കോട് വരെയുള്ള വിവിധ ജില്ലകളിൽ സമ്പൂർണമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഒരു വശത്ത് കടൽ കയറ്റം വരുന്നു, മറുവശത്ത് മലയിടിയുന്നു, പ്രളയമുണ്ടാകുന്നു. ഇതിൽ പലതും നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ജൂൺ മാസത്തിൽ കിട്ടാതെ പോയ മഴ, ജൂലൈ മാസത്തിൽ കിട്ടാതെ പോയ മഴ ആഗസ്റ്റ് മാസത്തിൽ കിട്ടിയേ കഴിയൂ. അതാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ. കാരണം കേരളത്തിൻ്റെ തനത് ഭൂമിശാസ്ത്രം അതാണ്. ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിലെങ്കിലും കിട്ടണം, അല്ല സമ്പൂർണമായി മഴ ഒഴിഞ്ഞു പോകില്ല. അതാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത. ഈ സവിശേഷത ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായ മഴയിലാണ് കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളും മലയോര മേഖലകളും. തിരുവനന്തപുരം പൊന്മുടി എടുത്താൽ കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും കുറച്ച് പിറകിലാണ് ഈ കാര്യങ്ങൾ. പക്ഷെ വടക്കൻ ജില്ലകൾ സമ്പൂർണമായും മുന്നിലുമാണ്. മധ്യ ജില്ലകളും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയിൽ, റാന്നിയിലൊക്കെ വലിയ തോതിലാണ് കടകളിൽ വെള്ളം കയറുകയും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. മണിമലയാറിലും മീനച്ചലാറിലുമൊക്കെ ശക്തമായ നീരൊഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങിയിട്ടുണ്ട്. ആൾനാശം വലുതായിട്ട് വരുന്നില്ല, ഒരാൾ മാത്രമാണ് മരിച്ചതായി ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഈ കെടുതികളിൽ. എന്നാൽ വലിയ തോതിൽ സ്വത്തിന് നാശം വന്നിട്ടുണ്ട്. 75 ലക്ഷം രൂപ വരെ സാധനങ്ങൾ ഉണ്ടായിരുന്ന കടകളിൽ വരെ വെള്ളം കയറി കംപ്ലീറ്റ് നശിപ്പിച്ച് പോയിട്ടുണ്ട്. വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞ് യുവാക്കളെ കാണാനില്ല എന്ന വാർത്ത വരുന്നു. അടൂർ മലയിൽ ഉരുൾപൊട്ടി വഴി പൂർണ്ണമായി വഴി ഒലിച്ചുപോയി. ഇത്ര പെട്ടെന്ന് മഴ വരുമെന്ന് ആരും കരുതിയില്ല എന്നാണ് പറയുന്നത്. പൊട്ടത്തരമാണ് പ്രിയപ്പെട്ട ചാനലുകളെ. ഏഷ്യാനെറ്റിലാണ് ആ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഇത്ര മഴ വരുമെന്ന് ആരും കരുതിയില്ല. ഈ മഴ വരുമെന്ന് എത്രയോ ദിവസമായി കൃത്യമായി ശാസ്ത്രജ്ഞരും ശാസ്ത്ര സമൂഹവും പറയുന്നുണ്ട്. മൺസൂൺ പാത്തി 10,000 കിലോമീറ്റർ ദൂരത്തിലാണ് ഏഷ്യയുടെയും ഇന്ത്യയുടെയും തലയിൽ വന്ന് നിൽക്കുന്നത് കേരളത്തിൻ്റെയിൽ എന്ന് പറഞ്ഞ് എൽ നിനോയെ വെല്ലുവിളിച്ചുകൊണ്ട് 10,000 കിലോമീറ്റർ ദൂരത്തിൽ മൺസൂൺ പാത്തി രൂപപ്പെട്ടിട്ടുണ്ടെന്ന് വാർത്ത വന്നിട്ട് എത്രയോ ദിവസമായി. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായ മഴയെന്ന് പറയില്ല, അതുകൊണ്ട് പറയുന്നതിൽ കാര്യമില്ല. കാരണം വളരെ പെട്ടെന്നാണ് മഴ വരുന്നത് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. മഴ തയ്യാറെടുത്ത് തന്നെയാണ് വരുന്നത്. വളരെ കൃത്യമായുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ കുറയുന്ന മഴ കൂടി വരും. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങനെ സംഭവിക്കും. പല വീഡിയോകളിൽ പലവട്ടം പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ഒരു പരിസ്ഥിതി സാക്ഷരതയുടെ രൂപത്തിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് കലിമഴയാണ്, കലിപ്പ് മഴയാണ്. മഴയുടെ നോവാണ് കേരളത്തിൽ കാണുന്നത്. പക്ഷേ വലിയ മഴ പെയ്തിട്ടുമില്ലെന്നേ. അങ്ങനെ ഭയങ്കര മഴ പെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും എന്താ സംഭവിക്കുന്നത്? വലിയ പ്രശ്നമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രസകരമാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ. വളരെ വളരെ വേദനാജനകമായ ഒരു കഥയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. റെയിൻഫാളിൻ്റെ, അതായത് മഴയുടെ കഥ എടുക്കുമ്പോൾ കേരളത്തിൽ വളരെ വലിയ പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് 1 ഇന്ന് തന്നെ പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ടാണ്, കോട്ടയം റെഡ് അലർട്ടാണ്, ഇടുക്കി റെഡ് അലർട്ടാണ്, തൃശ്ശൂർ റെഡ് അലർട്ടാണ്, പാലക്കാട് റെഡ് അലർട്ടാണ്, മലപ്പുറം റെഡ് അലർട്ടാണ്, കോഴിക്കോട് റെഡ് അലർട്ടാണ്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇത്രയും സ്ഥലങ്ങളിൽ റെഡ് അലർട്ടാണ്. റെഡ് അലർട്ട് ഇല്ലാത്തത് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും ഒഴിച്ചാൽ, 3 ജില്ലകൾ ഒഴിച്ചാൽ, അതുപോലെ തന്നെ പാലക്കാടും അത്ര റെഡ് അലർട്ട് പറഞ്ഞിട്ടില്ല. ഒഴിച്ചാൽ ബാക്കി ജില്ലകളിലൊക്കെ റെഡ് അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും വളരെ പ്രധാനപ്പെട്ട മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. വരുന്ന ദിവസങ്ങളിലും നല്ല മഴ പെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ മഴയുടെ കഥ വേറെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ കാണുന്ന ഒരു വലിയ പ്രതിഭാസം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ മഴയുടെ തോത് വർദ്ധിക്കുന്നതിനനുസരിച്ച് വലിയ
പ്രതിസന്ധിയും വരുന്നു എന്നുള്ളതാണ്. പ്രശ്നം വളരെ ഗുരുതരമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാനാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കഥ. എന്തായാലും മഴയുടെ പുതിയ കഥകൾ വരുന്നുണ്ട്. കേരളത്തിൻ്റെ മലയോര മേഖലയാകെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്തിൻ്റെ പൊന്മുടി മുതൽ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി മഴയുടെ എന്ത് സംഭവിക്കുന്നു? മഴയുടെ കുറവ് വളരെ വർധനവ്, തീവ്രത വളരെ ഗൗരവമായി വരുന്നു. കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ, അത് താങ്ങാനുള്ള ഒരു ഭൂമിശാസ്ത്രം കേരളത്തിനില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ദുരന്ത പ്രതിരോധ പ്രതികരണ പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളുടെ നേതൃത്വത്തിലും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും നടത്തുക എന്ന് മാത്രമേ കരണീയമായുള്ളൂ. അത് വളരെ കൃത്യമായി നടക്കണം. അതിനുള്ള ഏകോപനം ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലും പഞ്ചായത്ത് തലത്തിലും ജനങ്ങളുടെ തലത്തിലുമൊക്കെ നടക്കട്ടെ. ആരെയും ഭീതിപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ നിരാശ പറയാനോ അല്ല. കൃത്യമായി ശാസ്ത്രം തരുന്ന മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് അനുസരിച്ച് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ഗൗരവതരമായ വില നമുക്ക് കൊടുക്കേണ്ടി വരും.